ഈ എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്, ലൈക്ക് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, കോൺട്രവേഴ്സി എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആൾക്കാരുടെ പേര് പറയാൻ ഇഷ്ടമാണ്. പക്ഷേ നീ ഒന്ന് ആലോചിച്ച് പച്ചയായിട്ട് എടുക്കുമ്പോൾ ഇതിൽ നടന്ന സംഭവം ആർക്കും ഒരു പിടിയില്ല എന്താണെന്നുള്ളത്. എല്ലാവർക്കും അവിടുന്ന് ഇവിടുന്ന് ഇറ്റ്സ് ആൻഡ് ബിറ്റ്സ്, അവിടെ അങ്ങനെ പോയി ഇവിടെ ഇങ്ങനെ പോയി. ഇപ്പം എനിക്കാണെങ്കിൽ ഞാനതില്ല, നിനക്കറിയാം, പക്ഷെ ഞാൻ ഉണ്ടാകേണ്ടതായിരുന്നു. അത് സത്യം. ജസ്റ്റ് മിസ് ഒന്ന് അപ്പാർട്ട്മെന്റ് രക്ഷപ്പെട്ടത്. അത് സത്യടാ. പക്ഷേ നമ്മൾ വിചാരിച്ച എനിക്ക് ലൈക്ക് ട്രൂത്ത് ആർക്കും അതിനൂടാ ഇല്ല. സത്യസന്ധത ആർക്കും മനസ്സിലാക്കാതെയാണ് അവർ വിചാരിക്കുന്നത്. ഇത് ഇവിടെ നടന്ന വലിയ സംഭവമായിട്ടാണ് അവർ വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ എന്ന് നടന്നതാണ്, ഇപ്പൊ ഏത് വർഷമാണ്, കഴിഞ്ഞ വർഷം ആ പേജസിലടക്കം ഓരോ ടോക്സ് വരുന്നുണ്ട്. അപ്പോഴും ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഒരു പിടി കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പോഴും ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് വേറെ സ്റ്റോറിയാണ്. പക്ഷെ ഇന്ന് നമുക്ക് അത് ക്ലിയർ ആക്കി കൊടുക്കാം. അത് ഏറ്റവും നല്ലതായിട്ട് ക്ലിയർ ആക്കാൻ അതിൽ പെട്ട മുഖ്യ കണ്ണി എന്നുള്ള നിലയിൽ നീ തന്നെയാണ് അതിന് അർഹത. സത്യം. അപ്പോ എവിടുന്ന് ഇത് പറയുന്നല്ലോ, ഏതാണ് മൾദുവേത്തെ ബിഗ്ഗസ്റ്റ്, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആണ്. ഇനി അങ്ങനെ നടക്കാനും ഇല്ല. സ്കാം നടന്നിട്ടുണ്ട്, പക്ഷെ ഇതേപോലെ ലക്ഷങ്ങൾ അങ്ങനെ കയറി പോയിട്ടില്ല. അപ്പോ നമ്മൾ അങ്ങനെ വെച്ച് നോക്കുമ്പോ ഇതൊരു വല്ലാത്ത സംഭവമായിരുന്നു. ലൈക്ക് മൾദോയിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത്. ഇത്രയും ഒരു 50 ലക്ഷത്തിന് അടുപ്പിച്ച ഒരു രൂപേന്റെ ഒരു സ്കാമായിട്ട് കൂട്ടണ്ട, ഒരു സ്കാം ടെക്നിക്കലി ആണ്. അപ്പോ ഇതിനകത്ത് ബാക്കി നീ ചോദിച്ചോ, ഞാൻ പറയാം. അല്ലടാ, എനിക്ക് എപ്പോഴും ഉണ്ട്, ഞാനിത് കാണാറുണ്ടായിരുന്നു ക്ലാസ്സൊക്കെ നടക്കുമ്പോൾ നിങ്ങളിലേക്ക് ഡിസ്കസ് ചെയ്യണതും കാര്യങ്ങളും. അപ്പം ലൈക്ക് ഞാൻ ഓപ്പണായിട്ട് പറയണേ, എനിക്കടക്കം ഞാനും ഒന്ന് ഇൻവോൾവ് ആയാലോ ലൈക്ക് എന്നൊരു തോന്നലുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു പേര് പറയാൻ പറ്റാത്തൊരു ഫ്രണ്ട് എന്നോട് പറയുകയും ഞാൻ അങ്ങനെ ഒരു സ്റ്റുഡൻറ്റിനെ കോൺടാക്ട് ചെയ്യുകയും ചെയ്തായിരുന്നു. പിന്നെ ലൈക്ക് നിനക്ക് എൻ്റെ സ്വഭാവം അറിയാമല്ലോ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ എനിക്ക് ബോറടിയാണ്, ഞാൻ ഈ സംഭവം അതേപോലെ വിട്ടു. പിന്നെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് കോൺടാക്ട് ചെയ്ത ചെറുക്കനെ വേറൊരു ഫ്രണ്ട് കോൺടാക്ട് ചെയ്തതിൻ്റെ പേരിൽ തെറി കിട്ടിക്കൊണ്ടിരുന്നത്. അന്നേരമാണ് ഞാൻ ആലോചിക്കുന്നത്, ദൈവമേ എന്തിനകത്തുനിന്നാണ് ഞാൻ ഊരി പോകുന്നത്. എടേ എന്നെ വല്ലതാണെങ്കിൽ ചവിട്ടി കൊന്നേനെ, ഉറപ്പാണ്. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും, മൾദുവേത്തെ ബിഗ്ഗസ്റ്റ് ടിക്കറ്റ് സ്കാം ആയിരുന്നു. ടിക്കറ്റ് സ്കാമിൽ മെയിൻ ആയിട്ട് ഇൻവോൾവ് ചെയ്ത് ഞാനുണ്ടായിരുന്നു, എൻ്റെ പേര് വന്നു, ഇൻഹാം ഉണ്ടായിരുന്നു, അല്ലുമീൻ ഉണ്ടായിരുന്നു, പിന്നെ അയാളുടെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, പക്ഷെ അയാളും ഉണ്ടായിരുന്നു. അല്ലുമീൻ്റെ കൂട്ടത്തിലായിരുന്നു അയാളും ചെയ്തത്. ഞാൻ അയാളുടെ പേരൊന്നും പറയുന്നില്ല, ലൈക്ക് അയാളിൽ എന്താ ചെയ്തതെന്നൊന്നും എനിക്ക് അതിനോടാ ലൈക്ക്. പക്ഷെ ഞാൻ എൻ്റെ സൈഡ് പറയാം, എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഞാൻ പറയുന്നത്. അവരുടെ ഒക്കെ പോയിന്റ് ഓഫ് വ്യൂ അവർ ക്ലിയർ ആക്കാനായിട്ട് അവർ ഇങ്ങോട്ട് വന്നാൽ മതി, നമുക്ക് ക്ലിയർ ആക്കി കൊടുക്കാം. എന്തായാലും അവരുടെ സൈഡ് അവർ ഇവിടെ വന്ന് നമുക്ക് വേണമെങ്കിൽ ക്ലിയർ ആക്കാം, ലൈക്ക് അല്ലുമീൻ്റെ ആയാലും വേറെ ആൾക്കാർക്കായാലും. പക്ഷെ ഞാൻ പറയുന്നത് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ്. ലൈക്ക് അല്ലുമീൻ്റെ കേസ്, അവന്റെ കേസൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല, ഞാൻ പറയുന്നത് എന്റെ മാത്രം കേസാണ്, എന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. അപ്പോ ഞാൻ ആദ്യമേ വെച്ച് തുടങ്ങാം. ലൈക്ക് നമുക്ക് ഒരു 5 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ നിനക്കറിയാലോ എല്ലാമേ, ഇവിടെ മിക്ക ആൾക്കാർക്കും അറിയാം. ഞാൻ, സാഗർ, ഡെവിൻ, അമാൻ, ക്ലാരൻ. പക്ഷേ ഇപ്പോ ഇവിടെ പഠിക്കുന്നത് ആകെ 3 ആൾക്കാരേ ഉള്ളൂ. അതിനകത്ത് ഞാൻ, അമാൻ, ക്ലാരൻ, സാഗറും ഡെവിൻ ഘോഷും നമുക്ക് വേറെ ഇഷ്യൂ കാണും ഇവിടെ നിന്ന് ലൈക്ക് സ്റ്റോപ്പ് ചെയ്ത്. അല്ല ഇതിന്റെ ഇഷ്യൂ അല്ല, ഈ ഇഷ്യൂവേ അല്ല. ചില ആൾക്കാർ വിചാരിക്കുന്ന ഈ ഇഷ്യൂ ഇതല്ല കാരണം അവരുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് സ്റ്റോപ്പായി പോയതാണ്. പക്ഷെ അതിന്റെ കൂടെ നമുക്കൊരു സീനിയർ ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്നു, ഒരു ഇൻഹാമുൽ ഹസൻ എന്ന് പറയുന്നൊരു ഒരാള്. കാര്യം പറ, നിനക്കറിയാലോ അറിയാം. അയാള് പക്ഷേ ഇവിടെ അത്യാവശ്യം ലൈക്ക് എല്ലാവർക്കും ഒരു സ്കാമിങ് ഇതായിട്ടാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾക്ക് ആ സമയത്ത് ഇയാൾ നൈസായിട്ട് നിൽക്കുകയും ലൈക്ക് ഇയാളുടെ ഒരു ഫ്രണ്ട്, ഒരു ബ്രദറായിട്ട് നമ്മൾ വിചാരിക്കുകയും ചെയ്തായിരുന്നു. അതുകൊണ്ട് ഇയാൾ വന്ന ഒരു കോൺസെപ്റ്റ് കഴിഞ്ഞപ്പോൾ ലൈക്ക് കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഒരു സ്റ്റുഡൻസിനെ സഹായിക്കുന്ന രീതിയിലായിട്ടാണ് നമ്മൾ വിചാരിച്ചത്. നമുക്ക് ലാഭം എന്ന് വെച്ചാൽ ലൈക്ക് ഒരു നമുക്ക് സീരിയസ് ആയിട്ട് ലാഭമായിട്ട് എനിക്കൊന്നും വലുതായിട്ട് കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. വേറെ ആൾക്കാർക്കും അങ്ങനെ തന്നെ, എൻ്റെ കൂടെ തന്നെ ആൾക്കാർക്കും കിട്ടിയിട്ടുമില്ല. പക്ഷെ ഇയാള് പറയുന്നത് ഒരു ടിക്കറ്റ് ലൈക്ക് ഒരു സാധാ നോർമൽ ഫ്ലൈറ്റ് ടിക്കറ്റ് നമുക്ക് 70% ഓഫ്, ഐ മീൻ ലൈക്ക് 70% കിട്ടും
ലൈക്ക് 30% ഓഫാണ് അതിനകത്ത്. അപ്പോൾ ലൈക്ക് 1 ലക്ഷത്തിന്റെ ടിക്കറ്റ് ആണെങ്കിൽ 70,000 കൊടുത്താൽ മതി, ടിക്കറ്റ് സാധനം കയ്യിൽ കിട്ടും. ഇത് ഞാൻ അവസാനം ലൈക്ക് ഞാൻ ഓക്കെ, എനിക്ക് ആദ്യം ഒരു പേടിയായിട്ട് തോന്നിയിരുന്നു. പക്ഷെ ലൈക്ക് 2 ആൾക്കാരുടെ നമ്മൾ ഒരു ലൈക്ക് എന്താണ് പറയുന്നത്, നമ്മൾ എടുത്തു കൊടുത്ത് പിന്നെ അത് ഫെയിൽ ആയാൽ നമ്മൾ ഓക്കെ, ഇവർക്ക് വേറെ ടിക്കറ്റ് എടുത്ത് കൊടുക്കാനായിട്ട് ബാക്കപ്പ് ആയിട്ട് നമ്മൾ ഫണ്ടും വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് രണ്ടും പക്കയായിട്ടാണ് പോയത്. എനിക്കത് ഓർമ്മയുണ്ട്. ആദ്യത്തെ 2-3 ടിക്കറ്റ്സ് കറക്റ്റ് ആയിട്ടാണ് പോയത്. പക്ഷെ അവർ പോയ ആൾക്കാർ തന്നെ വീണ്ടും നമ്മൾക്ക് വന്ന ടിക്കറ്റ് ചോദിക്കേണ്ട അവസ്ഥയും വന്നിട്ടുണ്ട്. പിന്നെ ഈ വെക്കേഷൻ സമയത്താണ് ഈ സാധനം നടക്കുന്നത്. ലൈക്ക് നമ്മളിത് ഒരു വിശ്വാസത്തിന്റെ പേരിൽ അങ്ങ് എല്ലാവർക്കും ലൈക്ക് പ്രൊമോട്ട് ചെയ്ത് എടുക്കാനും എല്ലാവരുടെയും സഹായിക്കുകയും ചെയ്ത് അങ്ങനത്തെ ഇതായിരുന്നു. പക്ഷെ മെയിനായിട്ട് ഇൻഹാമായിന്ന് ലൈക്ക് ഡീൽ ചെയ്തോണ്ട്. പക്ഷെ ഇൻഹാമിനെ ഇവിടെ ആർക്കും വലുതായിട്ട് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ പേര് യൂസ് ചെയ്തു. ഞാൻ പിന്നെ ഓക്കെ, ഒരു ഫ്രണ്ട് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ചെയ്യാം, അങ്ങനത്തെ ഇതിനകത്താണ് ഞാൻ നിന്നത്. അപ്പോൾ ഇയാൾ ടിക്കറ്റ് എടുത്തുകൊണ്ടിരുന്ന ഒരു കാസർഗോഡ് ഉണ്ട് ഒരാളായിരുന്നു ഹാഷിം. ഈ മൽദീവിൽ വന്നിട്ട് വർക്ക് ചെയ്തിട്ടുമുണ്ട്, ഇവിടുത്തെ കുക്കൊക്കെ ആയിരുന്നു. എന്നിട്ട് അവൻ നാട്ടിൽ പോയിട്ട് ഇങ്ങനത്തെ ടിക്കറ്റ് സ്കീമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. പക്ഷേ ഇതൊക്കെ നടന്ന് ലൈക്ക് വെക്കേഷൻ തുടങ്ങി ഒരു ലൈക്ക് 5 ഡേയ്സ് പോലും ആയില്ല. നമ്മൾ എടുത്തു കൊടുത്ത ടിക്കറ്റ്സ് എല്ലാം ഫേക്ക് PNR-ആയിട്ട് 2-3 ആൾക്കാർ പോകേണ്ട ദിവസങ്ങളിൽ ലാഗ് വന്നപ്പോൾ ഞാൻ ഇൻഹാമിൻ്റെ അടുത്ത് ചോദിച്ചു ഇതെന്താ ലാഗ് വരുന്നത്. ലാഗ് എന്ന് വെച്ചാൽ ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ട് ദിവക്കാണെങ്കിൽ എന്തൊട്ടാ പറയണ്ടത്, ദിവക്ക് പോകാൻ പറ്റിയിട്ടില്ല. കുറച്ചുപേര് മറ്റേ എയർപോർട്ടിലൊക്കെ ചെന്നു തിരിച്ചു വന്നു, അങ്ങനത്തെ കുറെ സ്കീം ഉണ്ടായിരുന്നു. അങ്ങനത്തെ സ്കീമിലാണ് ഞാൻ അറിയുന്നത്. ടിക്കറ്റ്സ് പോയി തുടങ്ങി. അങ്ങനെ ഞാൻ ഇൻഹാമിന്റെ അടുത്ത് ചോദിച്ചു ഇതെന്താ ഇങ്ങനെ നടക്കുന്നത്. അപ്പൊ ഇൻഹാം പറയുന്നത് 2 ദിവസത്തിനുള്ളിൽ റെഡിയാക്കാം, 3 ദിവസത്തിനുള്ളിൽ റെഡിയാക്കാം, നീ ഇപ്പോ പിള്ളേർത്ത് പറയണ്ട. പക്ഷെ എൻ്റെ ഒരു ഗട്ട് ഇൻസ്റ്റിക്ട് വെച്ച് ഞാനാണെങ്കിൽ സീനിയേഴ്സ് ആയിരുന്നു ആ സമയത്ത്. കുറച്ച് സീനിയേഴ്സിനൊക്കെ അറിയാം ഈ സംഭവം. ചില സീനിയേഴ്സിന് ഇപ്പോഴും അതിനൂടാ എന്താണ് സംഭവം, എന്താണ് നടന്നതെന്ന് പോലും. ദൗലത്ത് ഞാൻ ചെന്ന് സംസാരിക്കുമ്പോൾ ദൗലത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഇഷ്യൂ, നിങ്ങൾ എന്തായാലും ചെയ്യാനെങ്കിൽ ഇപ്പം അത് ചെയ്താലേ പറ്റൂ, അല്ലെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങൾ എന്നെ ആയിരിക്കും പിടിക്കാൻ പോകുന്നത്. ഞാൻ ഇൻഹാം ആണെന്ന് കാണിച്ചു കൊടുത്തിട്ടും ലൈക്ക് ഇവർക്ക് വലുതായിട്ടൊന്നും ചെയ്യാനും പറ്റൂല. ഇവർ പറയുന്നത് ഇൻഹാമിൻ്റെ ഫണ്ട് കിട്ടൂല. ഐ ആം നോട്ട് സെയിങ് ലൈക്ക് അവർക്ക് ഇത്രയും കാശ് നഷ്ടം ഉണ്ടായി, അതൊക്കെ ഞാൻ പറയാം. അതൊക്കെ നമ്മളുടെ ഇടയിൽ പറ്റിയ ഒരു മിസ്റ്റേക്കും മിസ്കമ്മ്യൂണിക്കേഷനും ആയിരുന്നു. ഈ ഹാഷിമായിട്ട് നമ്മൾ വലുതായിട്ട് കോണ്ടാക്ട് ചെയ്യാനും ശ്രമിച്ചിട്ടില്ല. പിന്നെ ഇയാളുടെ വാലിഡിറ്റി പ്രൂഫ് ഒന്നും നമ്മൾ നോക്കാനും നിന്നില്ല. പക്ഷെ ഞാൻ സ്റ്റുഡൻസിന് അങ്ങനെ പറയുന്നത് നമുക്ക് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം അത് കറങ്ങി തിരിഞ്ഞ് നമ്മളുടെ അടുത്ത് വരൂ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഓക്കെ ദിവത്ത് സത്യം തന്നെ ഞാൻ പറയുന്നത് ഇവർക്ക് ഇങ്ങനത്തെ ഒരു സ്കീമുണ്ട്. അതിന്റെ ഇടയിൽ തന്നെ നമ്മൾക്ക് 2-3 ഡീലേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് നമ്മളുടെ സബ് ഡീലേഴ്സ് അവർക്ക് ടിക്കറ്റ് ഇങ്ങനെ എടുത്തന്നാൽ അവർക്ക് കമ്മീഷനായിട്ട് ഇൻഹാം എന്തൊക്കെയോ കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അതിനകത്ത് വലിയ പിടിയില്ല. ഈ ഒരു സംഭവം കാരണമല്ലേ കുറെ ആൾക്കാരും കൂടി ഇതിനകത്ത് ഇൻവോൾവ് ആകാൻ, ചെറിയ കമ്മീഷൻ കാര്യങ്ങൾ എന്നുള്ളത്. ചെറിയ കമ്മീഷൻ കാരണം ഇവർ അതിനകത്ത് ഇൻവോൾവ് ആയി. വൈശാഖ് ഉണ്ടായിരുന്നു, കിഷൻ എന്ന് പറഞ്ഞൊരു ജൂനിയർ ഉണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾക്കറിയാലോ. അവസാനം ലൈക്ക് ഇത് ആരെ ഒഫൻഡ് ചെയ്യാനും അല്ല, ഒരു അടിക്കുമല്ല. ഞാനിത് ജസ്റ്റ് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പറയാണ്, ആൾക്കാർക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം. കാരണം ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ഇനിയാണെങ്കിലും ഇങ്ങനെ ഒന്നും നടക്കാനും പാടില്ല. അതൊരു ചെറിയ എമൗണ്ട് ആയിട്ടല്ല പോയത്, ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും. ഇപ്പൊ ഒരു രൂപയാണ് പോയതെങ്കിലും അത് പോയത് തന്നെയാണ്. ഓൾമോസ്റ്റ് ഒരു 50 ലക്ഷത്തിന്റെ ഇതുണ്ട്. പക്ഷെ നമ്മളുടെ സൈഡിൽ നിന്ന് 25 lakhs ആണ്. അവസാനം ഞാൻ ജൂനിയേഴ്സും സീനിയേഴ്സും അകത്ത് എല്ലാത്തും കോണ്ടാക്ട് ചെയ്തു. എടാ അത് ഒരു മിനിറ്റ്, പെർ ഹെഡ് അല്ലല്ലോ നിങ്ങൾ ടോട്ടലായിട്ട് നമ്മൾ 5 guys ടോട്ടലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അതും പിള്ളേന്റെ കാശ് ഇൻഹാമിന്റെ കിട്ടൂലെന്ന് അറിഞ്ഞതിന് ശേഷം. ഇവന്റെ വിചാരം നമ്മളാണ് കാശ് മുക്കിക്കൊണ്ട് പോയത്.
നമ്മൾ കാശ് ലൈക്ക് നിങ്ങളത്തെ ഒരു ഫാക്ട് പറയാം, ഞാൻ കാശ് എടുക്കാൻ നോക്കിയെങ്കിൽ ഞാൻ ഇവിടെ വന്ന് വീണ്ടും പഠിക്കാൻ നിൽക്കൂല. പിന്നെ സീനിയേഴ്സിന്റെ അകത്തുനിന്ന് എനിക്ക് നല്ല അടി കിട്ടാനും ചാൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ എന്തിനാണ് വീണ്ടും ഇവിടെ വന്ന് പഠിക്കുന്നത്? ലോകത്ത് ഞാൻ സത്യസന്ധമായി ഞാൻ അവർക്ക് എടുത്ത കാശ് ഞാൻ തിരിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. അല്ല, അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു. കാരണം ഈ ഫണ്ട് നമ്മുടെ കയ്യിൽ വന്നിട്ടില്ല, നമ്മുടെ കയ്യിൽ വന്നിട്ടില്ലായിരുന്നു എന്നുള്ളത്. നമ്മളുടെ കയ്യിൽ ഫണ്ട് വന്നിട്ടേ ഇല്ല. അതിന്റെ ഇടയിൽ ഇൻഹാമും ഹാഷിമിന്റെയിലാണ് ഡീലിങ്. അതിന്റെ ഇടയിൽ പെട്ടുപോയതാണ് നമ്മളുടെ ഒരു കൂട്ടുകാരൻ അമാൻ. അവന്റെ ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്തിട്ടാണ് ഈ ട്രാൻസാക്ഷൻസ് നടന്നത്. അതുകൊണ്ട് അതൊരു വല്ലാത്ത ഇഷ്യൂ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. നമ്മൾ ഇൻഹാമിന്റെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്താലും നമുക്ക് കേസ് കൊടുക്കാനായിട്ട് നമ്മൾ ഇപ്പോഴും കേസ് റണ്ണിങ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈറ്റ് ചെയ്ത് നോക്കിയാൽ കിട്ടും. പക്ഷെ അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, ഇൻഹാമിന്റെ അകത്ത് നമ്മൾ കേസ് കൊടുത്താൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഹാഷിമിന്റെ അകത്ത് കൊടുത്താൽ ഹാഷിമിനെ കിട്ടിയിട്ടില്ലല്ലോ, ഇപ്പോൾ സ്റ്റിൽ റണ്ണിങ് അല്ലേ? റണ്ണിങ് ആണ്, എവിടെയാണെന്ന് പോലും അറിയില്ല. ലാസ്റ്റ് ഞാൻ അതിന്റെ ലൊക്കേഷൻ എന്ന് വെച്ചാൽ ബാംഗ്ലൂരോ ബോംബെയോ ആ ഏരിയയിൽ എവിടെയാണോ ജീവിക്കുന്നുണ്ടല്ലേ? ഉണ്ടല്ലേ? ഐ ഡോണ്ട് നോ മാൻ. ചില ആൾക്കാർ ചിലപ്പോൾ തല്ലിക്കൊന്നും ആകാം, സ്വഭാവം വെച്ച് തല്ലിക്കൊല്ലേണ്ടതാണ്. എന്നാലും നമ്മൾ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പോഴും ചില ആൾക്കാർ വിചാരം ഇവന്റെ കാശ് മുക്കിക്കൊണ്ട് ഞാൻ പോയെന്നാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും ഇവിടെ ഉണ്ട്, നിങ്ങളുടെ കാശ് എൻ്റെ ഇല്ലേന്നാണ്. പക്ഷെ നിങ്ങളുടെ ഇൻഹാം ഇത്ത കാശ് ഞാൻ തിരിച്ച് തന്നേം ചെയ്ത്. എന്തെന്ന് വെച്ചാൽ ഞാൻ മാത്രമല്ല, നമ്മളുടെ ഫ്രണ്ട്സ് തരുകയും ചെയ്ത് 25 lakhs. അതിനകത്ത് ആരെയും നമ്മൾ ലൈക്ക് നമ്മളുടെ എടുത്ത ടിക്കറ്റ്സ് നമ്മൾ തിരിച്ചു കൊടുക്കുകയും ചെയ്ത്, നമ്മൾ ആ പ്രൂഫ് കാണിക്കുകയും ചെയ്തു. എടാ, ഇതിപ്പം ഒരു സ്റ്റുഡന്റ് ആയിട്ട് തുടങ്ങിയ കാര്യമാണെങ്കിൽ, ഇപ്പൊ നിങ്ങളാണെങ്കിലും അവസാനം നിങ്ങളുടെ പേരൻസ് വരെ ഇൻവോൾവ് ആകേണ്ട ഒരു സിറ്റുവേഷൻ ആയതായിരുന്നു. അല്ല, പേരൻസ് ഇൻവോൾവ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും 25 lakhs മാനേജ് ചെയ്യാൻ പറ്റിയത്. അങ്ങനെയാണ്. അതും അധികം പേർക്കും അറിയൂല. എല്ലാരും സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് അങ്ങനെ ഇടുക, അങ്ങനെ അല്ല. വീട്ടുകാരാണ് ഈ പറഞ്ഞ വീട്ടുകാരെ സഹായിക്കാനില്ലെങ്കിൽ നമുക്ക് ഇത് കിട്ടൂലായിരുന്നു. ലൈക്ക് ഫോർ എക്സാമ്പിൾ ലൈക്ക് അതായത് ഇവർ ചില ആൾക്കാരൊക്കെ പറയുന്നത് കേസ് കൊടുക്കുന്നു. കേസ് നടത്താനും ലൈക്ക് വാലിഡ് ആവൂല. എസ്പെഷ്യലി അനദർ കൺട്രിയിലാണ് ഈ കേസ് ഈ സംഭവം നടക്കുന്നത്. പിന്നെ കാശ് പോയത് ഇന്ത്യയിലുണ്ട്, ഹാഷിമിനാണ്. നിങ്ങൾ അക്കൗണ്ട്സ് നോക്കിയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ, എനിക്ക് പറ്റുമെങ്കിൽ അക്കൗണ്ട്സിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ അറ്റാച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ശ്രമിച്ചു നോക്കാം. എടാ, അത് നോക്കിയാലും അറിയാലോ. കാരണം ഫണ്ട് വന്നു, വീണ്ടും അത് ട്രാൻസ്ഫർ ആയി വേറെ അക്കൗണ്ടിലേക്ക് പോവുകയാണ്. അല്ലാതെ അതിൽ നിന്ന് നമ്മളിപ്പോൾ അതിൽ നിന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ വേറെ എങ്ങോട്ട്, ഇതെല്ലാം ആ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കാണുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇത് നമ്മൾ കേസൊക്കെ ഒഴിവാക്കേണ്ട ഇത് വന്നത് തന്നെ ലൈക്ക് സ്റ്റുഡൻസ് ആണ്. നമ്മൾ സ്റ്റുഡൻസ് ആണ്, എടുത്ത ആൾക്കാർ സ്റ്റുഡൻസ് ആണ്. പെടാണെങ്കിൽ സ്റ്റുഡന്റ് ഫുള്ള് പെടും. സ്റ്റുഡൻസ് പഠിക്കുന്ന ആൾക്കാരുടെ ജീവിതം മൊത്തത്തിൽ പോകും. പിന്നെ എത്ര വർഷം പോയി കഴിഞ്ഞാൽ പോകും. പിന്നെ ഇപ്പൊ തന്നെ കേസ് റണ്ണിങ് ആണ്. നമുക്ക് ഇതുവരെ കാശ് കിട്ടിയിട്ടില്ല. ചില ആൾക്കാരുടെ വിചാരം നമുക്ക് അതാണ് മെയിൻ. നിങ്ങളിപ്പം ടോട്ടൽ നിങ്ങൾ എല്ലാ ഫാമിലിയും കൂടെ ഇറക്കിയ 25 lakhs എന്ന് പറയുന്ന ഒരു എമൗണ്ട് നിങ്ങൾക്കാണ് നഷ്ടം. നിങ്ങൾക്ക് അതിന്റെ ഒരു ഇഞ്ച് പോലും കിട്ടിയിട്ടില്ലല്ലോ തിരിച്ച്. ചില ആൾക്കാരുടെ വിചാരം നമ്മൾ ആ കാശ് കിട്ടിയിട്ട് ഇവിടെ നിന്ന് ഫുഡ് അടിക്കുന്നതെന്നാണ് നമ്മുടെ വിചാരം. പക്ഷെ അങ്ങനെ ഒരിക്കലും ആവൂല. എന്താ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ബോധം വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും. പക്ഷെ ചില ആൾക്കാർ ബോധത്തിലല്ലോ കാര്യം. എടാ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു മൈൻഡ് അങ്ങനെ ആയിരിക്കും. കുറ്റപ്പെടുത്തലോടെ കാണണമെന്ന് വിചാരിക്കുന്നവര് ആ രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്ത് കാണത്തുള്ളൂ. ഇപ്പൊ നമ്മൾ തുടങ്ങിയത് വെച്ച് നോക്കുമ്പോ ഇതിനും കുറെ ഹീറ്റ് ആണ്. പക്ഷെ നമുക്കത് കുഴപ്പമില്ല. ഹീറ്റ് വേണം, ഹീറ്റ് വരണം, എന്നാലേ നമുക്ക് ജീവിക്കാൻ ഒരു ലൈഫ് ഇതുള്ളൂ. അത് തന്നെ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ആണ്. സീരിയസ് ആയിട്ട് വരാം, ഹീറ്റ് വേണോടാ. എടാ, അതിപ്പോ ഉള്ളതുപോലെ വിളിച്ച് പറയുന്നവര്, സത്യമായിട്ട് വിളിച്ച് പറയുന്ന ഉള്ളതുപോലെ പറയുന്നവരെ എന്ന് ഹെയ്റ്റ് ചെയ്യാൻ കാണും. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തിന് വേണ്ടി എണ്ണീട്ട് നിന്നത് അത് ഇഷ്ടപ്പെടില്ല. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇത് ലൈക്ക് ഞാൻ ഇൻഹാമിനെ എന്തായാലും പറയും. എന്താന്ന് വെച്ചാൽ ഇയാള് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാതെയാണ് ഇത് കൊടുത്തത്. പക്ഷെ ഇയാൾ ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് ഫുള്ളി നമുക്ക് പറയാനും പറ്റൂല. എന്താന്ന് വെച്ചാൽ കാശ് പോയത് ഹാഷിമിന്റെ അല്ല, അത് കൺഫേം ആണ്. അവന്റെ അക്കൗണ്ടിലാണ് കാശ് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇൻഹാം ഇതിനകത്ത് അയാളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇൻഹാമാണ്. അപ്പൊ ഇത് വേറെ തമ്മിലുണ്ട വേറെ ഡീൽ അറിയാൻ പറ്റൂല. നമുക്ക് ഉണ്ടാകാതിരിക്കാം. അത് 50-50 ആണ്. പക്ഷെ ഇപ്പോഴും ഞാൻ സീരിയസ് ആയിട്ട് കേരളയിൽ ഒരു കേസ് ഉണ്ട്, റണ്ണിങ് ആണ്. പക്ഷെ ഞാൻ ലാസ്റ്റ് ടൈം വെക്കേഷൻ പോയപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്കും പറയുന്നത്
ഇതിന്റെ പണ്ട് സാഗറിന്റെ അടുത്ത് പറഞ്ഞതുപോലെ ഈ പ്രശ്നമൊക്കെ കഴിഞ്ഞിട്ട് അവൻ അങ്ങ് എത്തിയിട്ട് അവൻ ഇതുപോലെ വിളിച്ചു പറഞ്ഞത് ഇനി പൈസ കിട്ടുമെങ്കിൽ കിട്ടട്ടെ, അത് വീട്ടുകാർക്ക് പോകും, എനിക്ക് ഇതിനകത്തൊരു ബന്ധവും ഇല്ല, എനിക്ക് കിട്ടിയാലും എനിക്ക് വേണ്ടത് തന്നെ അത് വീട്ടുകാരെടുത്തോട്ടെ പറയുന്ന ആ ഒരു സ്റ്റാൻഡ് തന്നെ. ഇനിയിപ്പം കിട്ടിയാലും എന്താണ് ഉള്ളത്? അത് സത്യമാണ്, കിട്ടിയാലും ഇപ്പൊ സംഭവം ടെക്നിക്കലി ഒന്ന് ആലോചിച്ച അന്ന് അനുഭവപ്പെട്ട കുറെ ബുദ്ധിമുട്ടുകൾ അതിനൊന്നും പകരം വെക്കാൻ പറ്റൂലല്ലോ. അന്ന് ചില ആൾക്കാരുടെ സംസാരം വരെ റോങ് ആയിരുന്നു. അത് നമ്മൾ റോങ് ആയിട്ടാണ് സംസാരിച്ചത്. അത് നമ്മൾ കാര്യം പറയുമ്പോൾ ഇവർ മനസ്സിലാക്കാതിരിക്കും. അത് അവന്റെ സിറ്റുവേഷൻ അങ്ങനെയാണ്. ഇപ്പൊ ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരു ടൈം ആയിരിക്കും. ആ സമയത്ത് നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മുടേതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവർക്കും പിടിക്കത്തില്ല, പിടിക്കൂല. അതുകൊണ്ട് ഞാൻ അവനെയും കുറ്റപ്പെടുത്താൻ നിൽക്കുന്നില്ല. പക്ഷെ ഇറ്റ് ഈസ് ലൈക്ക് ചില ആൾക്കാരുണ്ടായിരുന്നതാ, പക്ഷെ സബ് ഏജൻസ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നത്. അവന്റെ അകത്തൊന്നും ഞാൻ ലൈക്ക് ഈ ഇഷ്യൂ കൊണ്ടുപോകാൻ ലൈക്ക് നോക്കിയിട്ടുണ്ട്. ഈ ഇഷ്യൂ അവന്റെ അകത്ത് പോയാൽ അവരും ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ട് അവർക്ക് അങ്ങനത്തെ മെയിൻ ഇൻവോൾവ്മെന്റ് ഇല്ലായിരുന്നു. അത് ഞാൻ ഇപ്പോഴും പറയാം. പക്ഷെ ലൈക്ക് ഫോർ സം ടൈം ദേ വെയർ ഇൻവോൾവ്. അത് ഞാൻ ഒഴിവാക്കാൻ നോക്കിയിട്ടുമുണ്ട്. ഞാൻ മാക്സിമം പിള്ളേർക്ക് കൊടുത്ത കാശ് ലൈക്ക് അവൻ്റെ ലോസായ കാശ് നമ്മൾ തിരിച്ചു കൊടുക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അത് അത് കൊടുത്ത് കഴിയുകയും ചെയ്തു. പിന്നെ എനിക്കാകെ ലൈക്ക് എൻ്റെ ഒരു ബാഡ് ഫീലിംഗ് എന്ന് വെച്ചാൽ ചില പേരൻസ് വരെ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. ചില പേരൻസും പിന്നെ ടിക്കറ്റ് എടുത്ത ആൾക്കാരുടെ പേരൻസും ഇൻവോൾവ് ആയിട്ടുണ്ട്. ഞാൻ കുറെ പേരൻസ് ആയിട്ട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ ഇത് നമ്മുടെ കയ്യിൽ നിൽക്കാറായി. ലൈക്ക് നമ്മളുടെ ആ ഫണ്ട് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് വലിയ സീനില്ലേ. പക്ഷെ നമ്മളുടെ ഫണ്ട് കിട്ടിയിട്ടില്ല. അതാണ് ഇതൊക്കെയാണ്. പക്ഷെ ഇപ്പോഴും ലൈക്ക് മാലദ്വീപിൽ നിൽക്കുന്ന സ്റ്റുഡൻസിന്റെ വിചാരം നമ്മളുടെയിലാണ് ഫണ്ട്, നമ്മൾ സേഫ് ആയിട്ട് ബാങ്കിൽ വെച്ചിട്ടുണ്ട്, നമ്മളത് ഓരോ വർഷം ഇങ്ങനെ എടുത്തോണ്ടിരിക്കാണ്. അങ്ങനെയൊക്കെയാണ് ചില ആൾക്കാരുടെ ഒക്കെ വിചാരം. ഒന്ന് ബുദ്ധിപരമായിട്ട് ചിന്തിച്ചെന്നാലോചിച്ച് ഇങ്ങനെ ഒരു സംഭവം നടന്നു, ഈ പൈസ ബാങ്കിൽ വെച്ചേക്കുന്നത് നമ്മൾ വിചാരിക്കുന്നു. എന്നിട്ട് വീട്ടുകാരെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു, ഞങ്ങൾ ഓരോരുത്തരുമായിട്ട് 5 ലക്ഷത്തിന്റെ ഒരു പണിയിൽ പെട്ടുപോയി, നിങ്ങളത് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഈ പറയുന്ന പോലെ എല്ലാവരുടെ അക്കൗണ്ടിലും സ്വന്തം അക്കൗണ്ടിൽ 5 ലക്ഷം വെച്ചോണ്ടിരിക്കുന്നത് എന്താണ്? ഒന്ന് മര്യാദക്ക് ചിന്തിച്ചപ്പോ ആ സ്പോട്ടിൽ എടുത്ത് കൊടുക്കൂലേ? ചിന്തിക്കാനായിട്ട് ആൾക്കാർക്ക് മൈൻഡ് വരൂല. എന്നാ ഞാനീ പറഞ്ഞല്ലേ, ഒരു സാധാരണ മനുഷ്യൻ ആഴ്ചകളോളം ഈ പറയുന്ന ടോർമെന്റിൽ നിൽക്കുവോ? എല്ലാ ദിവസവും നിങ്ങളെ കാണാൻ ഒരു ഗ്രൂപ്പ് വരുമായിരുന്നു ഈ പറയുന്നത് പോലെ എയറിൽ കയറ്റാനും തെറി വിളിക്കാനും എല്ലാ ദിവസവും. ആരെങ്കിലും പൈസ കയ്യിൽ വെച്ചിട്ട് ആരെങ്കിലും ഇത്രയ്ക്ക് ഇത് നിൽക്കുവോ? അപ്പം തന്നെ കൊടുത്ത് ഒഴിവാക്കി വിടത്തില്ലേ? ചില ആൾക്കാർ എൻ്റെ വീട്ടിൽ വരെ കയറിയിട്ടുണ്ട്. വീട്ടിൽ കയറിയിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട്. ഞാനും അവിടെ തന്നെ ഇരുന്നത്. അത് നിനക്ക് ഓർമ്മയില്ലേ? ചില ആൾക്കാർ എൻ്റെ വീട്ടിൽ കയറിയിട്ട് വന്ന് ലൈക്ക് അവർ പറയുന്നത് കാശ് കിട്ടാതെ പോകില്ല. ഞാൻ പറയുന്നത് തന്നെങ്കിൽ അവിടെ ഇരിക്കാൻ ലൈക്ക് അങ്ങനെ പറയാൻ പറ്റും. ഇരിക്കട്ടെ. അല്ല എന്താ അല്ലാതെ പിന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. കാശ് ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റൂ. ആ സമയത്ത് നമ്മളുടെ ഫണ്ട് നമ്മളുടെ കിട്ടിയിട്ടില്ലല്ലോ. നമ്മൾ എല്ലാ ഫണ്ടും ഹാഷിമിന് അയച്ചു കൊടുത്തതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് തന്നെ നമ്മൾ അറിയുന്നത്. അതും അയാൾ കൊടുത്തത് ഫേക്ക് PNR എന്ന ലാസ്റ്റ് മിനിറ്റാണ് എല്ലാ സൈഡിലും അറിയുന്നത്. PNR അടിക്കുമ്പോൾ സൈറ്റിൽ കിട്ടുന്നുണ്ട്. ഞാൻ ചെക്ക് ചെയ്തിട്ടാണ് എല്ലാവർക്കും ടിക്കറ്റ് അയച്ചു കൊടുത്തത്. പക്ഷേ ഒരു 2-3 ദിവസം ലൈക്ക് ഫ്ലൈറ്റിന്റെ 2-3 ദിവസം മുമ്പേ ഈ PNR എല്ലാം ഇൻവാലിഡ്. അവൻ പഠിച്ച ആള് തന്നെയല്ലായിരുന്നു, നല്ല രീതിക്ക് ടെക്നിക്കൽ സൈഡ് വരെ വല്ലാതെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യത്തെ ഒരു 2-3 ദിവസം കിട്ടുക, അവസാനത്തെ ആഴ്ച കിട്ടാതിരിക്കുക. അതല്ല പിന്നെ പോലീസുകാര് ഇവനെ തപ്പി കാസർഗോഡ് പോയി. കാസർഗോഡ് ഇപ്പൊ ഇവന്റെ അത്ര നല്ല മനുഷ്യൻ അവിടെ ഇല്ല. ചുമ്മാ നാട്ടുകാരൊക്കെ പറയുന്നത് ഇവൻ അത് ചെയ്യൂല. ഇത് മറ്റേ ഓർമ്മ വരും, മറ്റേ നല്ലവനായ ഉണ്ണി. അതന്നെയാ. അതൊരു വല്ലാത്ത ചതിയായി. അല്ല എന്റെ ഒരു ഇപ്പൊ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒട്ടുമിക്ക ഫ്രോഡുകൾക്കും സ്വന്തം നാട്ടിലൊരു നല്ല ഇമേജ് ഉണ്ടായിരിക്കും. എന്നാൽ നല്ല ആൾക്കാർക്കോ എപ്പോഴും ചീത്ത പേര്. അതല്ല നല്ല ഇപ്പൊ ഇവിടെ തന്നെ നോക്കിക്കോ, എന്തെങ്കിലും ഒരു സാധനം ലൈക് ചീത്തയായിട്ടുണ്ടാ അവരിത് പറഞ്ഞിറങ്ങും. പക്ഷെ നല്ലതാണ്ടാ ഇല്ല മിണ്ടാനോ. നല്ലല്ലോ, ലോകം മൊത്തം ഇതേ സ്കീം, ലോകം മൊത്തം അതന്നെ. അതുകൊണ്ട് പിന്നെ നമ്മൾ അത് മൈൻഡ് ആക്കാനേ നിക്കല്. നമ്മളുടെ സൈഡ് അങ്ങ് ക്ലിയർ ആക്കി പോയാൽ മതി. അന്ന് തന്നെ എനിക്ക് ആകെ കുറച്ച് വിഷമമായിട്ട് വന്നത് കുറച്ച് പേരൻസ് ഇൻവോൾവ് ആയി. അല്ലാതെ എനിക്ക് വേറെ ഒരു വിഷമമായിട്ടും തോന്നിയിട്ടില്ല. പേരൻസ് ഇൻവോൾവ് ആയി. പിന്നെ കുറച്ച് പിള്ളേണ്ട്
പോകേണ്ട സമയം പോയി. വെക്കേഷൻ അല്ലേ, 2 മാസം കിട്ടുന്നില്ല അവിടെ എത്തേണ്ടതിൽ, അതിൽ കുറച്ച് ടൈം പോയി, ഒരാഴ്ച ഡിലേ വന്നു. അല്ലാതെ ബാക്കിയൊക്കെ എൻ്റെ ഒരു വിശ്വാസത്തിൽ ബാക്കിയെല്ലാം പക്കയായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് പേരൻസായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഭാഗത്ത് റൂഡായോ ഇല്ലയോ എന്ന് എനിക്ക് അതിനോട് റൂഡായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് മാപ്പ്. പക്ഷെ എൻ്റെ ഒരു വിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത്, ഞാൻ റൂഡാവാൻ ചാൻസ് ഇല്ല. എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ആ സമയത്ത് എനിക്കിപ്പോ ഓർമ്മയില്ല. സത്യം പറഞ്ഞ ഇത് എന്ന് കഴിഞ്ഞ കാര്യം. ലൈക്ക് ഇപ്പം നമുക്ക് എന്ന് വെച്ചാൽ ഒരു കൺഫർമേഷൻ എന്താണ് നടന്നത്, എന്താണ് എങ്ങനെ, അതിനു വേണ്ടി മാത്രമല്ലേ. അതുകൊണ്ട് മാത്രമാണ് ഇത് തന്നെ നമ്മൾ ഒരു 3 വർഷം 2 വർഷം എത്രയായി? 2 വർഷമായില്ലേ? ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ നടന്ന സംഭവം ഇത്. 2 വർഷം കഴിഞ്ഞ്. സത്യമാണ്. അതിന്റെയൊക്കെ ഇപ്പൊ റെഫറൻസ് മാത്രമല്ല, ഇങ്ങനെ ഓർക്കാൻ പറ്റുന്ന റിപ്പബ്ലിക്കൻ എന്റെ സൈഡിലൊക്കെ ഇരുന്നത് അതൊക്കെ ഓർക്കാനേ പറ്റുന്നുള്ളൂ. അതൊക്കെ ഒരു ടൈം അല്ലായിരുന്നു. 8 മണി 9 മണി വരെ നിക്കണത്, ഒരു നിപ്പല്ലേ. ഹോസ്പിറ്റലിന്റെ മുമ്പില് നമ്മൾ 9 മണി വരെ ഡിസ്കഷൻ ആയിരുന്നു. അതും സീരിയസ് ആയിട്ട് നമുക്ക് എന്താണ് ഇനി അടുത്ത ചെയ്യാൻ പറ്റുന്നത്. എന്നിട്ട് ഞാൻ പറയുന്നത് ലൈക്ക് നമുക്ക് ഡീൽ ചെയ്യാം. നിങ്ങൾക്ക് ലൈക്ക് ഫണ്ട് സെറ്റിൽ ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും റോൾ ചെയ്യാം, അല്ലെങ്കിൽ പൂൾ ചെയ്യാം, അങ്ങനത്തെ സ്കീമാണ്. ആ സമയത്തും ഇൻഹാം പറഞ്ഞുകൊണ്ടിരുന്നത് അയാൾ എവിടെ നിന്ന് ഒപ്പിക്കുമെന്ന്. അതിനകത്ത് വേറെ കുറെ കോൺട്രവേഴ്സീസ് ഉണ്ട്. എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇൻഹാമിനെ പറ്റി ഇവിടെ ഉണ്ട ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ സമയത്ത് നമ്മൾ അറിഞ്ഞത് കുറച്ച് വൈകിട്ടായിരുന്നു. ലൈക്ക് ഒരു എങ്ങനെ പറയട്ടെ, തെരി വിളിക്കാതെ എങ്ങനെ പറയാനായിട്ട് ഞാൻ നോക്കാം. ലൈക്ക് ഒരു ബീപ്പിടണോ? ബീപ്പിടേണ്ടി വരും. ബീപ്പിടണോ? ഒരു 2-3 മണിക്കൂറിന്റെ സാധനമൊക്കെ കട്ട് ചെയ്ത് അവിടെ ബീപ്പ് കൊണ്ടൊക്കെ ഒരു ഓമ്പിയ സിറ്റുവേഷൻ. എടാ സത്യം അത് അങ്ങനെ തന്നെ. എന്ന് വെച്ചാൽ ഞാൻ പുറത്തിരിക്കുന്ന എനിക്കിപ്പോ ഇത്ര അത് ഫീലാന്ന് വെച്ചാൽ നിങ്ങളുടെ കൂടെ ഞാൻ വരും ഇത് കാണാനും എടുക്കാനും. അപ്പം എനിക്കിവിടെ എന്റെ കമ്പനിക്കാരാണ് നിങ്ങൾ, അപ്പൊ ഞാനിത് നിങ്ങളുടെ കൂടെ തന്നെ വരും. അപ്പൊ അകത്ത് നിന്ന് നിങ്ങളുടെ ബുദ്ധിമുട്ട് എനിക്ക് അറിയാവുന്നതേ ഉള്ളൂ. അതല്ല, ചില ആൾക്കാര് പേര് പറയുന്നില്ല, നമ്മളുടെ ഇപ്പൊ ഒരു നല്ല ഫ്രണ്ടാണ്, നല്ല ക്ലോസ് ഫ്രണ്ടാണ്. ചില ആൾക്കാർ ആ സമയത്ത് എന്റെ അടുത്ത് ലൈക്ക് നമ്മളുടെ സൈഡിൽ നിന്ന് ടിക്കറ്റ് എടുക്കാതെ വരെ വന്ന് നമ്മളെ തെരുവിൽ ടീംസ് ഉണ്ട്. അത് നമ്മളിപ്പോ പേരതിനാ നമുക്കും ഒരു ഡിസ്കംഫർട്ട് അങ്ങനെ ഒരുത്തനുണ്ട്. അപ്പം അത് പക്ഷെ നമ്മളുടെ ഇപ്പൊ ഒരു നൈസ് ഫ്രണ്ടാണ്. ഇപ്പൊ ഒരു നൈസ് ഫ്രണ്ടാണ്. അവരിപ്പോ വന്ന് നമ്മളത്തെ സംസാരിക്കുകയൊക്കെ ചെയ്യും. നമുക്കൊക്കെ ഇപ്പൊ കാര്യം അറിയാം. നമുക്ക് ലൈക് ചില ആൾക്കാർക്കൊന്നും ഈ കാര്യം അതിനുണ്ട്. ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. മോസ്റ്റ്ലി ഉണ്ട് ആൾക്കാർക്ക് കാര്യം അറിയാം. ഇൻവോൾവ് ആവാത്ത ആൾക്കാർക്ക് അതാണ്. അത് ലൈക്ക് ഈ ടിക്കറ്റ് എടുത്ത ആൾക്കാരൊന്ന്, പിന്നെ ഇതിനകത്ത് ചേർന്നത് നമ്മൾ ഈ 2 ടീംസിനാണ് അറിയാവുന്നത്. ഈ ബാക്കി ഞാൻ പറഞ്ഞ എന്താണ് ഈ പുക കണ്ടിട്ട് അവിടെ തീ കത്തുക എന്ന് പറഞ്ഞ ടീംസാണ് ഈ പറയുന്ന സ്റ്റോറിയും കാര്യങ്ങളൊക്കെ. അതാണ് നമുക്ക് ഈ ഇഷ്യൂ എന്തെന്ന് പോലും അതിനുള്ള അവന്റെ വിചാരം എന്ന് വെച്ചാൽ നമ്മൾ ടിക്കറ്റ് തന്നെ നമ്മൾ ഒരു ഫ്ലൈറ്റ് എടുത്തു വാങ്ങിച്ചു, പക്ഷെ ഫ്ലൈറ്റ് പൊന്തിയില്ലെന്നാണ്. അങ്ങനത്തെ കുറെ തിങ്കിങ് ആയിട്ടുണ്ട് കുറച്ച് ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇതുകൊണ്ട് ഇതിലേക്ക് ഇതിന്റെ ഒരു മെയിൻ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം ഞാൻ അത് ഫുള്ള് ഇത് കട്ടായിട്ട് പറയുന്നുള്ളൂ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയും ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഇടയ്ക്ക്, ചെനക്ക് അത് പിടികിട്ടും. അത് ഒരു രാത്രിയിലാണ് ആ സീൻ നടന്നത്. നമ്മുടെ കമ്പനിക്കാരൻ തന്നെ. അതിൻ്റെ അവൻ ഇഷ്യൂ ഇല്ല, എനിക്കും ഇഷ്യൂ ഇല്ല. അന്ന് ലൈക്ക് നമ്മുടെ ഒരു സാഹചര്യത്തിന്റെ പേര് നടന്നതാ. ഞങ്ങളുണ്ട്. എന്നിട്ട് പിറ്റേ ദിവസം ഇവൻ റൂമിൽ വന്നിട്ട് സതീശ നീ എന്താ പുറത്തിറങ്ങി? ഞാൻ പറഞ്ഞ എനിക്കൊരിത് എടാ എനിക്കല്ലേ പറ്റിയത്, ഞാൻ നിന്നെ കാണാൻ വന്നില്ലേ, നിനക്കെന്താ നീ പുറത്തിറങ്ങ് ഇങ്ങനെ പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഞാൻ പേരും കാര്യങ്ങളൊന്നും പറയില്ല. അവനും പ്രശ്നമില്ല, എനിക്കും പ്രശ്നമില്ല. ഞങ്ങളാണെങ്കിൽ ഈ ഒരു ഡേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് തന്നെയാണ്, നല്ല ഫ്രണ്ട്സാണ്. അപ്പം പക്ഷെ ഇത് സഹിക്കാൻ പറ്റാത്തത് ബാക്കിയുള്ള ആൾക്കാർക്ക്. അതിൽ കോമഡി എന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരുത്തൻ ലീക്കാക്കി, എന്നിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള വേർത്തം എന്ന് അവൻ ലീക്കാക്കി, അവൻ തിരിച്ചു പറഞ്ഞു ഇവനാ ലീക്കാക്കി. അവസാനം ലീക്കാക്കിയവനെ കിട്ടി. എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. ഞാൻ അത് പറയൂല, പക്ഷെ ഇത് കാണുമ്പോ അവന് കത്തും. അതൊന്ന് കത്താൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ മോശമാണ്, അങ്ങനെ ചെയ്യരുത്. സത്യമായിട്ടും നമ്മളുടെ എന്ത് ഒരു ടോക്ക് ആണെങ്കിൽ, അതായത് എന്താണ് നമ്മുടെ കാഷ്വൽ ടോക്ക്, നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുന്നതാണ്, അതൊരിക്കലും എന്താണ് മറ്റൊരാളെ പറ്റി ആകരുത്. ഇപ്പം നീ ചിൽ ടോക്സ് അടിക്കുകയാണ് ഫ്രണ്ട്സിൻ്റെ അടുത്ത്, ഗേൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, എന്താണെങ്കിലും ചിൽ ടോക്സ് ഒക്കെ അടിക്കുന്ന സമയത്ത് അത് മറ്റൊരാളെ പറ്റി ഒരു അങ്ങനെ ആകരുത്. അത് ആരെ പറ്റി പറഞ്ഞെന്ന് അത് കേൾക്കുമ്പോൾ മനസ്സിലാകും.
അളി ഞാൻ നന്നാകണമെന്നേ ഉള്ളൂ, മനസ്സിൽ തൊട്ടാ പറയുന്നത്. നീ നന്നാകണമെന്നേ ആഗ്രഹമുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അല്ല സത്യം എന്നെ ഊമ്പിച്ചിട്ടാണെങ്കിലും നന്നായിക്കോ. ഈ സംഭവം ഞാൻ നിന്നോട് പറഞ്ഞു വെച്ചാലേക്ക് എന്തുവാണ്, ഇതേപോലെയാണ് നിന്റെ ഇഷ്യൂലും സംഭവിച്ചത്. കാരണം ആർക്കും ഒരു പിടിയും ഇല്ല എന്താ നടന്നത്. പക്ഷെ അതന്നെ പോയി അവിടെ പോയി എല്ലാം പോയി. ചില ആൾക്കാരുടെ വിചാരം ഞാനും ഇപ്പൊ മറ്റേ ബിഗ്ഗസ്റ്റ് സ്കാമർ ഓഫ് മൾഡോവ അങ്ങനാണെങ്കിൽ ഇതും പെർക്കൊണ്ട് പോകത്തില്ലേ? ഈ 30-40 ലക്ഷം കയ്യിലുണ്ടെങ്കിൽ ഇതും പെർക്കൊണ്ട് പോകത്തില്ല. എന്നെന്തിനാ ഇവിടെ നിക്കുന്നേ? അത് സത്യല്ലേ? 30-40 ലക്ഷം ഉണ്ടെങ്കിൽ വേറെ യൂണിവേഴ്സിറ്റി പോയി പിന്നെ മോൾഡോയിലാണെന്ന് പഠിക്കേണ്ടത്. ഇനി എന്തിനാ പഠിക്കുന്നത്? അത് എവിടെയെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ വേറെ ഡബിൾ കാശ്. ഇത്രയൊക്കെ സ്കാം നിങ്ങൾ ഒപ്പിച്ചു വെച്ചാണ്, നിങ്ങൾക്ക് അതിനുള്ള ബുദ്ധിയില്ലേ? നിങ്ങൾ ചെയ്യൂലേ? വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് പോകത്തില്ലേ? ബിസിനസ് തുടങ്ങത്തില്ലേ? പക്ഷേ നമ്മൾ ആ സമയത്ത് ചെയ്തൊരു മണ്ടത്തരായിരുന്നു ഈ നമ്മൾ ഒരാളിനെ വിശ്വസിച്ച് ഇങ്ങനെ നിന്നത്. അത് ഞാൻ ഇപ്പോഴും പറയാം, അത് തെറ്റല്ലടാ. എന്ന് വെച്ചാ നിങ്ങളുടെ ഒരു നല്ല കമ്പനി ആയിരുന്നു, നമ്മളുടെ കമ്പനി ആയിരുന്നു. പക്ഷെ നമ്മൾ എല്ലാം ചെക്ക് ചെയ്തിട്ട് ചെയ്യുന്നതായിരുന്നു. അത് ഞാൻ ഇപ്പോഴും റിഗ്രറ്റ് അടിക്കുന്ന കേസ്. അത് ചില സമയത്ത് ഫ്രണ്ട്ഷിപ്പിൽ പറ്റുന്നൊരു കാര്യമാണ്. നമ്മൾ ഈ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മളങ്ങ് നിന്ന് കൊടുത്തു പോകും പല കാര്യങ്ങൾക്കും. അതിന്റെ ഒരു ഏറ്റവും ഉദാഹരണം വേറൊരു സംഭവത്തിൽ നിനക്കത് മനസ്സിലാവും. നീ വരെ ലേറ്റ് ആയിട്ട് അറിഞ്ഞൊരു കാര്യം, നീ മറ്റേ ദുബായിൽ നിൽക്കുമ്പോൾ പറഞ്ഞു, എടാ എന്നാലും അവൻ ഇങ്ങനെ ചെയ്തല്ലോ. ഒന്നും കൂടെ നീ ക്ലിയർ ആയിട്ട് പറയണം. ഈ സംഭവം ഞാൻ പറയുന്നില്ല എന്ന് വെച്ചാൽ നിനക്ക് മനസ്സിലാകാൻ വേണ്ടി പറയും. എന്ന് വെച്ചാ ഈ ഒരു ഇഷ്യൂ കഴിഞ്ഞിട്ട് വേറൊരു ഇഷ്യൂ കൂടി ഇതിന്റെ കൂടെ നടന്നായിരുന്നില്ല. അത് മനസ്സിലായല്ലോ. അത് ഈ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലാണല്ലോ അത് എടുത്തു കൊടുത്തത്. അവസാനം ആര് മൂഞ്ചി. അപ്പൊ അതാ ഞാൻ പറയണത്, മൂഞ്ചി അങ്ങനല്ല പറയണത്. ലൈക്ക് ആ ഫ്രണ്ട്ഷിപ്പ് അത് കാരണം നമുക്ക് പറ്റി പോകുന്ന കുറെ പ്രശ്നങ്ങൾ. അന്നേരം നമ്മൾ കൂടുതലൊന്നും ചിന്തിക്കാൻ പോകുന്നില്ല. അത് സത്യം. കൂടുതൽ ചിന്തിക്കാൻ നിന്നാലും നമുക്ക് തന്നെ ഒരു റിഗ്രറ്റ് ഇരിക്കത്തേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ എന്റെ ഒരു റിഗ്രറ്റ് എന്ന് വെച്ചാൽ ഈ നമ്മൾ 5 ആളില്ലേ, സാഗർ, ഞാൻ, അമാൻ, ക്ലാവിൻ, ഡെവിൻ ഘോഷ്. ഇതിനകത്ത് 4 ആൾക്കാരായിട്ട് കോണ്ടാക്ട് ഉണ്ട്. പക്ഷെ ഡെവിൻ ഘോഷ് അവൻ എന്താ നമ്മളുടെ ആയിട്ട് എന്തോ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുന്ന അതിനോട് ക്രിപ്റ്റോ വല്ലതും എടുത്ത് മാറ്റിയായിരുന്നു. പോടാ, ഇന്ന് അറിഞ്ഞൂടല്ലേ അവന്റെ ഏതോ ബിറ്റ്കോയിൻ നീ മുക്കിയെന്നൊക്കെയാണ്. എന്തായാലും അവനായിട്ട് കോണ്ടാക്ട് ഇല്ല. അവനിപ്പോ നാട്ടിൽ എവിടെയോ പഠിക്കുന്നൊക്കെയാണ് കേട്ടത്. ഏതോ ഗവൺമെന്റ് എനിക്ക് അറിഞ്ഞൂടല്ലേ. എനിക്ക് ഒരു പിടി അന്ന് പോയതിനു ശേഷം അവനായിട്ട് ഒരു ബന്ധവും ഇല്ല. ഞാനും കുറെ ആയി, ഞാൻ മെസ്സേജ് അയച്ചാലും അവൻ റിപ്ലൈ ഇല്ല. ഒരു തവണ വീട്ടിലെ സാധനങ്ങളൊക്കെ മാറ്റി വെക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു താഴെ. ശരിയാണ് ആണ്. അല്ലല്ല, അത് ഡെവിൻ ഘോഷ് അല്ല. ആണടാ, മറ്റേ മാളിന്റെ അടുത്തേക്ക് ആണ് കാര്യമായിട്ടും. അത് ഡെവിൻ ഘോഷ് അല്ല, നിങ്ങൾക്ക് ആല് മാറിയതാ. അത് വേറൊരു കൊച്ചു വന്ന് നമ്മളുടെ അവിടെ നിന്ന് സാധനങ്ങൾ എടുത്തിട്ട് വരാന്ന് വെച്ച് ആ പേര് അതിന് മുന്നേ. എടാ ഞാൻ പറഞ്ഞത് എന്റെ കാര്യമാണ്. നിന്റെ അതും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാളും കൂടെ അല്ലായിരുന്നു. അതിനുശേഷം വെക്കേഷൻ വന്നല്ലോ. മാളുടെ അവിടേക്ക് പോയതിന്റെ ആ ടൈം വെക്കേഷനും വന്നു. പിന്നെ അവൻ പോയി. എന്താണ് അതിപ്പോ ഓരോരുത്തര മൈൻഡ്. ഇപ്പൊ ഇവിടുന്ന് പോയതിനു ശേഷം കമ്പനി വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. ഇപ്പൊ ആരെയും പിടിച്ചു വരുത്തിട്ട് അളിയാ മിണ്ടിക്കൊണ്ടിരിക്കാൻ പറയാൻ നടക്കുന്ന കാര്യമല്ല. അത് നടക്കൂല. അതൊക്കെ ഒരു വെച്ച് നോക്കുമ്പോ ഒരു റിഗ്രറ്റ് ആയിട്ട് ഞാൻ വിചാരിക്കും. അവന്റെ കമ്പനി പോയെന്നാണോ അതോ അവൻ നിന്നെ കോണ്ടാക്ട് ചെയ്യാത്തതിന്റെ ആണോ? ഈ ഇഷ്യൂവിന് ശേഷമാണ് അല്ല വിളിച്ചൊക്കെ ചോദിക്കായിരുന്നു. പിന്നെ കുറെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ടുണ്ടോ എൻറ്റയർലി അവനിലേക്ക് ഉൾട്ട അടിച്ചു എന്നൊക്കെയുള്ള സാധനങ്ങൾ. അത് നമ്മൾ ഇവിടെ വെച്ച് പറയേണ്ട അല്ല ഞാൻ പറഞ്ഞത് ലൈക്ക് മേ ബി ലൈക്ക് അവനത് എൻറ്റയർലി ക്ലോസ് ചെയ്യണമെന്നായിരിക്കണം. അതുകൊണ്ടായിരിക്കണം അങ്ങനൊക്കെ പറഞ്ഞത്. അതാണ് അവനിപ്പോ അവൻ ഇവിടെ നിന്ന് നിർത്തിയിട്ട് പിന്നെ പോയി വേറെ എന്തൊക്കെയോ വേറെ ഏതോ യൂണിവേഴ്സിറ്റി പഠിക്കുന്നൊക്കെയാണ് ഞാൻ കേട്ടത്. ഞാനിപ്പോ മുമ്പേ പറഞ്ഞ അളിയന്റെ അതേ സ്കീം തന്നെ. അവനും എവിടെയാണെങ്കിലും അവന് നന്നായിട്ട് തന്നെ ഇരിക്കട്ടെ. പറഞ്ഞാല് നമ്മളെ ആരെങ്കിലും ഒക്കെ ചതിച്ചെന്ന് പറയാൻ നമ്മൾ തിരിച്ച് ചതിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അവൻ ചതിച്ചിട്ടൊന്നും അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ലൈക്ക് ഓവറോൾ പറഞ്ഞതാ. ലൈക്ക് എവിടെയാണെങ്കിലും എല്ലാവരും നന്നായിട്ട് ഇരിക്കട്ടെ, അത്രേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ആർക്കും ശിക്ഷ മേടിച്ചു കൊടുക്കാനൊന്നും നമ്മളാരും അല്ലല്ലോ. നമ്മൾക്ക് അങ്ങനത്തെ വിചാരമില്ല. നമ്മൾ 100% സത്യം. അപ്പോ ഇനി എന്താണ്? അല്ല ഈ സംഭവം ആയിരുന്നു ലൈക്ക് എൻറ്റയർലി വെളിപ്പെടുത്തണമെന്നല്ല. അതായത് ഇതൊന്നും നിങ്ങളല്ല, ഇതിന്റെ ആണിക്കല്ലോ വേറെ ആയിരുന്നു, ആണി അടിച്ചത് വേറെ. ഇങ്ങനത്തെ ഷാജി പാപ്പന്റെ ഡെയിലി അതാ മക്കളെ തിരികൊളുത്തിയവനും കത്തിച്ചവനും അല്ലേ ഒച്ച കെട്ടവനാണോ കേസ്? ആ സാധനം അതാണ് ഇവിടെ നടന്നത്. എന്നാ അവന്റെ ഗുണ്ടിന് വെടി നിറച്ചതും കത്തിച്ചതും ഒക്കെ വേറെ ആൾക്കാരാണ്. ആ ലൈറ്റും പുകയൊക്കെ കണ്ട മനുഷ്യരാണ് ഇവിടെ നിൽക്കുന്നതൊക്കെ. അതല്ലേ ഇത്രേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഒരു
കമ്മ്യൂണിക്കേഷൻ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇത് വന്ന് പറയുന്നതാണ്. പിന്നെ ഫ്യൂച്ചർ സ്കാംസ് ഒക്കെ വരാനിരിക്കുകയാണ്. എത്തും സാധനം എത്താവുന്നിരിക്കില്ല. as long as Malayalis in Moldova സ്കാംസ് എന്തായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള പറ്റിക്ക് നിനക്ക് നിന്റെ ഒരു അഭിപ്രായം, വിലയേറിയ അഭിപ്രായം എന്തായിരിക്കും? ഞാൻ പറയുന്നത് സൂക്ഷിക്കുക. ഇതാണോ നിന്റെ എന്തായാലും സൂക്ഷിക്കണോ? അല്ലെങ്കിൽ അല്ല, നമ്മൾ ഒരാളിനെ വിശ്വസിച്ച് ഇറങ്ങല്ലേ. ലൈക്ക് പക്ക അറിഞ്ഞിട്ട് ഇറങ്ങാം. എന്തായാലും ഒരാളിനെ ലൈക്ക് ഫ്രണ്ടോ വേറെ എന്തായാലും ലൈക്ക് വിശ്വസിച്ച് ഇറങ്ങല്ലേ. എല്ലാം അറിഞ്ഞിട്ട് ലൈക്ക് വേണമെങ്കിൽ ഇറങ്ങിക്കോ. അതും സത്യമായ നിങ്ങൾക്ക് ഇപ്പൊ വീട്ടുകാർ ചെലവിന് തരുന്നുണ്ട്. ഫുഡ് വാങ്ങുക, കഴിക്കുക, ക്ലാസ്സിൽ പോവുക, പഠിക്കുക, തിരിച്ചു വരിക, കിടന്നുറങ്ങുക, രാവിലെ പോവുക. ഇനി പോയില്ലെങ്കിൽ 15-20 യൂറോ വീണ്ടും അടച്ചുകൊണ്ടിരിക്കണം. അതൊക്കെ ചെയ്യാനുണ്ടോ ഇവിടെ വേറെ ചെയ്യല്ലെന്ന് ഞാൻ പറയും. നല്ലൊരു കാര്യമായിട്ട് നല്ലൊരു അഡ്വൈസാ. വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്, അതും മേടിച്ച് സുഖമായിട്ട് എടുത്ത് ക്ലാസ്സിൽ പോയി തിരിച്ചു വരിക. കഴിഞ്ഞിട്ട് എക്സ്ട്രാ പോക്കറ്റ് മണി സാധനങ്ങൾ എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ പോകല്. ഫ്രീ മണി എല്ലാപ്പോഴും മുമ്പിലാണ്. സത്യമായിട്ടും പറയാ, ഫ്രീ മണി എവിടെ കണ്ടാലും വേണമെങ്കിൽ അത് തുപ്പിട്ടോ. പക്ഷെ അതിന്റെ അടുത്തേക്ക് പോകുമ്പോഴായിരിക്കും മനസ്സിലാവുന്ന ഊമ്പി. അത് ഇത് വീണിട്ട് ഇങ്ങനെ മുറുങ്ങും, അപ്പോഴും അറിയൂല. അവസരം ശ്വാസം കിട്ടാതാവുമ്പോഴായിരിക്കും കൈയിട്ടടിക്കുന്നത്. എങ്ങനെ ഊരും. പെട്ടുപോയാൽ തന്നെ പെട്ടുപോയതാണ്. പിന്നെ ഒരു അന്യരാജ്യമാണ് ഇവിടെ വന്നിട്ട് ലൈക്ക് അന്യരാജ്യത്തിൽ വന്ന് കേസ് ഉണ്ടായ അത് വേറൊരു. ആക്ച്വലി ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ ഇത്ര ഇയർ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും അറിയാം. ലൈക്ക് ഇപ്പം വന്നവരോടാണെങ്കിലും ഒക്കെ പറയാനുള്ള ലൈക്ക് എന്തൊക്കെ വേടുത്തരം കാണിക്കുന്നുണ്ട്, വഴിക്കാണെങ്കിലും ബസ്സിലാണെങ്കിലും. ഇവിടെ കേസ് ഉണ്ടായ സ്റ്റുഡൻസ് ആയോണ്ട് കേസ് ലൈക്ക് ഇമിഗ്രേഷനിൽ നേരെ ഒറ്റ പോക്കാണ്. അല്ല ചാൻസ് അല്ല, പോകും. ലൈക്ക് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഇഷ്യൂ അല്ല, ടിക്കറ്റ് ഇഷ്യൂ അല്ല, ഇത് വേറൊരു ഇഷ്യൂ ആയിട്ട് നമുക്കൊരു ചെറിയൊരു ഇത് പറ്റി. അപ്പൊ ഒരു ഡൊമീനിയനായിട്ട് ഒരു ഇൻവോൾവ്മെന്റ് ആയിട്ട് നമ്മളാണ് കേസ് കൊടുത്തത്. ഭാഗ്യത്തിന് നമ്മൾ കേസ് കൊടുത്ത് നമുക്കത് ലൈക്ക് നമുക്ക് ആ കേസ് സോൾവ് ആയി. പക്ഷെ അത് ഇമിഗ്രേഷന്റെ അടുത്ത് എത്തി, ഇമിഗ്രേഷൻ എന്നെ വിളിക്കുകയും ചെയ്തു. അപ്പൊ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ കേസ് കൊടുത്തിട്ടാണ് ഇത് നടക്കുന്നത്. അപ്പോൾ നമ്മളുടെ എതിരെ കേസ് വന്നാൽ അപ്പോൾ അത് വേറൊരു വലിയ ഇഷ്യൂ ആവും. പിന്നെ പല കാര്യങ്ങളും ഈ പറയുന്ന പോലെ നമ്മൾ ഇവിടെ പലരും കാണിക്കുന്നത് തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് ഒഴിവായി പോകുന്നു. പക്ഷെ ഒന്ന് സൂക്ഷിക്കുക, എല്ലാവരും സൂക്ഷിക്കുക. കാരണം ഒരു ഇഷ്യൂ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവി ആയിരിക്കും പോണത്. ഒരു സാധനം എടാ ഇതിപ്പോ ഞാൻ പുറത്തൊക്കെ ഇറങ്ങിയാൽ എന്തൊക്കെ വള്ളി കാണുന്നുണ്ടെന്ന് അറിയാവോ? അതാണ് ഒരു സാധനത്തിൽ അത് പെട്ടതാണ് പോക്കാ. അത് സൂക്ഷിക്കുക. ഇപ്പൊ 6 വർഷമാണോ 7 വർഷം ആക്കി എന്തോ ദൈവത്തിന് അറിയാം. പക്ഷെ എത്രത്തോളം ഉണ്ടെങ്കിലും നമ്മൾ വന്ന കാര്യം ചെയ്യുക. പിന്നെന്താ ഹാപ്പി ആയിട്ടിരിക്കുക. അത്രേ ഉള്ളൂ. നമ്മൾ കൂടുതൽ അങ്ങോട്ടും പോലും ഇങ്ങോട്ടും പോലും. പിന്നെ നമുക്ക് ഇത് വെച്ച് ഇവിടെ നിർത്തിയാ പോരെ? വേണോ ഇനി എന്തെങ്കിലും പറയണോ? നമ്മൾ സാധാ ബേസിക് സാധനം പറഞ്ഞു. എന്തായാലും ഈ ഒരു സാധനം ഒന്ന് എത്തിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ പറ്റി പറഞ്ഞത്. പക്ഷേ അടുത്തത് നിങ്ങൾ മറക്കണ്ട, വെറൈറ്റി. ഇത് ജസ്റ്റ് ബേസ്, ലൈക്ക് ഇത് ബേസ് ആണ്. ഇത് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊന്നല്ല. ലൈക്ക് മോൾഡോവ കണ്ടതിൽ ഏറ്റവും വലിയൊരു സ്കാം ആണ് ഇത്. ഇവന്മാര് ലൈക്ക് 30 ലക്ഷം ഒക്കെ പുള്ളി ചെയ്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ അല്ല സീരിയസ് ആയിട്ട്. അപ്പൊ സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് തന്നെ 30 ലക്ഷം കയ്യിലുണ്ടെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് ഞാൻ ഇട്ടെറിഞ്ഞിട്ട് അപ്പ പോയി നാട്ടിലൊരു പൊറോട്ട കട അപ്പൊ തന്നെ ഇൻവെസ്റ്റ് കൊടുക്കും. അതന്നെ അപ്പൊ തന്നെ ഡബിൾ കാശാണ്. ഫണ്ട് ഇവന്മാരെ വന്നിട്ടില്ല, അതാണ് മനസ്സിലാക്കട്ടെ. കിട്ടിയിട്ടില്ല. 30 ലക്ഷം എന്നൊക്കെ പറഞ്ഞ റോൾ ചെയ്തു പോയ ഫണ്ടാണ്, അത് വന്നിട്ടില്ല, നമുക്ക് കിട്ടിയിട്ടില്ല. വേണം വിശ്വസിക്കാൻ താല്പര്യമുണ്ട് ആൾക്കാർക്ക്. ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് വലിയ ഇതൊന്നുമില്ല. ഇനി വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും വൈകുന്നേരം എന്താ ചപ്പാത്തിയോ ചോറോ കഴിക്കും. അതൊന്നും വലിയ പ്രയാസമായിട്ട്. അപ്പം പറഞ്ഞ അപ്പം ഇനി വരുന്ന സാധനങ്ങള് വിഷയമായിരിക്കും. ഇൻഡിവിജ്വൽ സാധനങ്ങളൊക്കെയാണ് വരുന്നത്. ഇൻഡിവിജ്വൽ മാത്രല്ല, നമ്മളില്ലേ ഇന്നകത്ത് പേര് ഫിൽറ്റർ ചെയ്യൂല, നമ്മളെല്ലാം പച്ചക്ക് ഇടും. പച്ചക്ക് ഇടാൻ കൺഫെഷൻ എന്ത് നമ്മളല്ലേ ഇടുന്നത്, അല്ലാതെ ഒരു പേജിന്റെ മരയിൽ നിന്ന് കളിക്കുന്ന ആൾക്കാരല്ല, നമ്മൾ ഡയറക്റ്റ് ആണ് ഇടുന്നത്.
നമ്മൾ ഡയറക്റ്റ് എന്തോന്ന് നിങ്ങൾക്ക് വന്ന് പറയണോ വന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ വേണ്ട സ്റ്റോറി ഇടുന്നോ സ്റ്റോറി ഇട്ടോ, അല്ലെങ്കിൽ വേണ്ട നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് കഥ പറയുന്നു. ഇതൊരു പോഡ്കാസ്റ്റേ അല്ല, പോഡ്കാസ്റ്റേ അല്ല, ഇത് സാധാ 2 ഫ്രണ്ട്സ് ടോക്ക് ചെയ്യുന്നത്. ചില ഇപ്പോ നമുക്ക് അടുത്ത പ്രാവശ്യം വേണമെങ്കിൽ ഗസ്റ്റും വരും. പക്ഷെ നമ്മള് പേരിന് പോഡ്കാസ്റ്റ് തന്നെ പറയണം കേട്ടോ. ഓക്കെ. ഇതിന് മറ്റേ നാട്ടിൽ ആനക്കൊമ്പ് പിടിച്ച സമയത്ത് പിടിച്ചത് പശുവിന്റെ കൊമ്പാണെങ്കിലും കൊണ്ടുപോകുമ്പോൾ ആനക്കൊമ്പെന്നേ പറയാം, അല്ലെങ്കിൽ എനിക്ക് കുറച്ചില്ല. അപ്പോ ഇത് പോഡ്കാസ്റ്റ് ആയിട്ട് തന്നെ കൂട്ടിക്കോ. അപ്പൊ നിർത്താല്ലേ? എത്തിക്കോയിനു എല്ലാവരും